വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ +1 വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഭാഗത്തു നിന്നും ക്യാപിറ്റൽ റെസീപ്റ്റ്, അതുപോലെ റവന്യൂ റെസീപ്റ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ് എന്ന കാര്യത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് കോൺസെപ്റ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വി ആർ പ്രിപ്പയറിംഗ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് എ ഫേം അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഫേമിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. വാട്ട് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്? ദ പ്രോഫിറ്റ് അറൈസിങ് ഔട്ട് ഓഫ് ട്രേഡിംഗ് അലോൺ ഈസ് കോൾഡ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ഇഫ് ദർ ഈസ് ലോസ് ഇറ്റ് ഈസ് കോൾഡ് ഗ്രോസ് ലോസ്. അതായത് പ്രോഫിറ്റ് അറൈസിങ് ഔട്ട് ഓഫ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് ഗ്രോസ് പ്രോഫിറ്റ്. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ലോസ് ആണെങ്കിൽ നമ്മളതിനെ ഗ്രോസ് ലോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ദ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഈസ് മോർ, ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്, ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഈസ് മോർ, ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രോസ് ലോസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൗ വി ക്യാൻ സീ ദ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ഗ്രോസ് ലോസ്. ഗ്രോസ് പ്രോഫിറ്റ് can be find out by net sales minus cost of goods sold. Net sales equal to total sales minus sales returns. Then cost of goods sold equal to opening stock plus net purchases plus direct expenses minus closing stock. Then net purchases equal to total purchases minus purchase returns. ഗ്രോസ് ലോസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് നെറ്റ് സെയിൽസ്. അപ്പോൾ ഇത്ര ഫോർമുലാസ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുമെന്ന് അറിയില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമുലാസ് പറഞ്ഞു തന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നത് ഒന്ന് നമുക്ക് നോക്കാം. The following information relates to a business for the year 2018. Ascertain the gross profit. Opening stock 16,000, purchases 40,000, purchases returns 1,500, direct expenses 3,000, sales 78,000, sales returns 2,400 and closing stock 13,000. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. Gross profit can be find out by net sales minus cost of goods sold. Here there is no cost of goods sold. അതുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കണം അല്ലേ. നെറ്റ് സെയിൽസ് കാണണമെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ആണ്. നെറ്റ് പർച്ചേസസ് കാണണമെങ്കിൽ ടോട്ടൽ പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺസ് ആണ്. ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നു. 16,000 ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 16,000 പ്ലസ് നെറ്റ് പർച്ചേസസ് 38,500 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് 3,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 13,000 ചെയ്യുമ്പോൾ നമുക്ക് 44,500 കിട്ടും. ദെൻ we can find out the gross profit by net sales minus cost of goods sold, that is 75,600 minus 44,500 ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് we can see what is operating profit. A trader after preparing the trading amount may be interested in knowing the operating profit. It is the profit earned through the normal operation and activities of the business. It is the excess of operating revenue over operating expenses
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഏൺഡ് ത്രൂ നോർമൽ ഓപ്പറേഷൻ, ഡെയിലി ഓപ്പറേഷനിൽ നിന്നും ഒരു ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് റവന്യൂ ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ താഴെ ഫോർമുല കൊടുത്തത് നോക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓർ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. നെക്സ്റ്റ് we can see a question. Calculate the amount of operating profit from the following. Net sales is given, cost of goods sold is given, operating expenses is given. Then we can find out the operating profit, gross profit minus operating expenses. So we can find out gross profit by net sales minus cost of goods sold. Net sales is here 4 lakh and cost of goods sold is given in the question 1,90,000. So we will get gross profit as 2,10,000. Then we can find out operating profit equal to 2,10,000, that is gross profit, minus 90,000, that is operating expenses. Then we will get 1,20,000 as the operating profit. അല്ലേ, ഇങ്ങനെയാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ദ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഫ്രം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ആഡിംഗ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നെറ്റ് പ്രോഫിറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ബോത്ത് ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, എന്താണ് ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ദ ലോസ് ഡ്യൂ ടു ഫയർ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ടാക്സ്, അതെല്ലാം ഇതിൽ വരും. ഇൻട്രസ്റ്റ്, ടാക്സ്, അതെല്ലാം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരുന്നതാണ്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്ന സമയത്ത് ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്മീഷൻ, റെൻറ്റ്, അതൊക്കെ നമുക്ക് കിട്ടുന്നത്, അതെല്ലാം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ വരും അല്ലേ. പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽ പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇനി താഴെ ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എ ഫേം ഏൺഡ് ആൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ₹70,000 ഡ്യൂറിങ് എ ഇയർ. ഇറ്റ്സ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വെയർ ₹40,000 ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻകം വെയർ ₹7,000. Calculate the amount of net profit earned by the firm. In this question, the net profit can be found out by operating profit minus non-operating expenses plus non-operating income. Operating profit is 70,000, non-operating expenses 40,000 and non-operating income 70,000. So we can find out net profit as 70,000 minus 40,000 plus 7,000. Net profit equal to 37,000. ഈ രീതിയിലാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്, അതിൽ വരുന്ന ഫോർമുലാസ് എല്ലാം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, എന്താണ് നെറ്റ് പ്രോഫിറ്റ്, അതിൽ വരുന്ന എല്ലാ ഫോർമുലാസും പഠിക്കുക. ചിലപ്പം എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുലാസൊക്കെ പഠിച്ചു വെച്ചിട്ട് ഞാൻ തന്നിട്ടുള്ള ഈ പ്രോബ്ലംസ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ പ്രോബ്ലംസൊക്കെ ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും പഠിച്ചു വെക്കുക. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. After ascertaining the gross profit, the businessman will be interested to know the net result of the business at the end of the accounting period. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞു അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. After preparing the trading account, we will get the gross profit or gross loss. With this gross profit or gross loss, we are preparing the profit and loss account. Profit and loss account
helps to ascertain the net profit or net loss. It compare actual performance with desired performance. It calculate different ratios such as net profit ratio, ratio of operating expenses to sales, etc. And it will determine the future line of action. That is, the trading account will help to find out the gross profit or gross loss, but profit and loss account will help to find out the net profit or net loss. അല്ലേ? അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും ആണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ആയിരിക്കും കിട്ടുന്നത്. ദ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ വി വിൽ ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ്. If debit side is more than the credit side of profit and loss account, then there will be net loss. അതായത് ക്രെഡിറ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡിനേക്കാളും കൂടുതൽ വരുന്നതെങ്കിൽ നെറ്റ് പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതൽ വരുന്നതെങ്കിൽ നെറ്റ് ലോസുമായിരിക്കും ഉണ്ടാവുന്നത്. കാരണം ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസസ് ആണ് കാണിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ ഡെബിറ്റ് സൈഡിൽ എന്തെല്ലാം കൊടുക്കുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ എന്തെല്ലാം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രം ചെയ്യുക. നമുക്ക് മെയിൻ എക്സാം ആകുമ്പോഴേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. മെയിൻ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടി വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിലബസിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ്, അതുപോലെ നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലാസ്സുകളെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് കഴിയുന്നതും ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ആർക്കെങ്കിലും റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, 2-3 ദിവസമായിട്ട്. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആർക്കൊക്കെയാണ് റിപ്ലൈ തരാത്തതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്കൊക്കെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്